വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ്സിൽ LGS മോഡലിലുള്ള 28ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 2 ദിവസം കൂടിയേ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 117/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കണേ. 2025 നടന്ന LGS മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതെന്ന് കണ്ടെത്തുക. ഏതാണ്? നിസ്സഹകരണ സമരമാണ്. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാം. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലിയെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിന്റേതാണ്. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 ഭാഗങ്ങളും 10 പട്ടികകളുമാണുള്ളത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഏതാണത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത് എന്ന് കണ്ടെത്തുക. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളതാണ്. അടുത്തത്, ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആരിലാണ്? പാർലമെന്റിലാണ്. ഒരു വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏത് പേരിലാണ്? മൗലിക കടമകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം എന്താണ്? സമപന്തി ഭോജനം നടത്തിയത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക. വേദാധികാര നിരൂപണമാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും. കേരളത്തിലെ ഒരു സാമ്യ പരിഷ്കർത്താവിന്റെ വാക്കുകളാണിവ. ആരുടെയാണ്? മഹാത്മാ അയ്യങ്കാളി. മന്നത്ത് പത്മനാഭൻ നയിച്ച സവർണ ജാഥ താഴെ പറയുന്നവ ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ്? ആലുവയിലാണ്. എന്താണ് ബന്ധു ക്ലിനിക്ക്? അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള പദ്ധതിയുടെ പേരാണ് ബന്ധു ക്ലിനിക്ക്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നത് ഏത് മലയാള പത്രത്തിന്റെ ആപ്തവാക്യമാണ്? മാതൃഭൂമിയുടെ ആപ്തവാക്യമാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജാനുവരി 26-നാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ? സർദാർ വല്ലഭായി പട്ടേലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപരേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അഥവാ BR ഗവായ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ ചീഫ് ജസ്റ്റിസ്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റിസ് സൂര്യകാന്ത് എന്നാണ്. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് 53ാമത്തത്. അടുത്തത് 24. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ നിലവിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗതാഗതമാണ്. അടുത്തത്, കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? പശ്ചിമ ഘട്ടമാണ്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ്? ഏത് ഭാഷയിലാണ്? തമിഴ് ഭാഷയാണ്. അടുത്തത്, ഇതിനിടയിൽ ഒന്ന് വിട്ടുപോയി. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്? 742. താഴെ തന്നിരിക്കുന്നതിൽ വാണിജ്യ ബാങ്കുകളുടെ ഗണത്തിൽ പെടാത്തത് ഏതാണ്? സഹകരണ ബാങ്കാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രിയുടെ പേര് OJ ജനീഷ് എന്നാണ്. ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ആണ്. അടുത്ത, മുണ്ടക്കൈ ചുരുൾമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിന്റെ പേര് എന്റെ കേരളം എന്നും സുന്ദരം എന്നുള്ളതാണ്.
ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിൽ നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിന്റെ. മൗസിം എന്ന അറബ് പദത്തിന്റെ അർത്ഥം എന്താണ്? ഋതുക്കൾ എന്നാണ് മൗസിം എന്ന അറബ് പദത്തിന്റെ അർത്ഥം. ഇനി ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി ഏതാണ്? അറബിക് കടലാണ്. അടുത്തത് ധാർമരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ പർവ്വതനിര ആരവല്ലി പർവ്വത നിരയാണ്. താഴെ പറയുന്നതിൽ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഉത്തര മഹാസമതലമാണ്. കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഖാരിഫ് വിള നെല്ലാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് പാമ്പാർ. കബനിയും ഭവാനിയും പാമ്പാറും അല്ലെ. എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായലിന്റെ പേരാണ് വേമ്പനാട് കായൽ. ഏതാണ്? വേമ്പനാട് കായലാണ്. അടുത്തത് തദ്ദേശ സ്വയംഭര താഴെ പറയുന്നവയിൽ സഖ്യപർവ്വതം എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം ഏതാണ്? വിനോദ നികുതിയാണ്. അടുത്തത് സിംഹോലം കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഭൂപ്രകൃതി വിഭാഗം എന്നുള്ളത് PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനുള്ള ഹരിത മിഷൻ പദ്ധതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇനി ഞാൻ ഒഴുകട്ടെ എന്നതാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേര് എന്താണ്? സുഭിക്ഷ കേരളം പദ്ധതി എന്നാണ്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ്? വൈഭവ് സൂര്യവംശിയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിന്റെ 2025 ജേതാവ്. ഇത് PSC ഡിലീറ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണെങ്കിൽ 2023 പുരസ്കാരം 2025 കൊടുത്തത് ഷാജി കരുണാണ്. അപ്പൊ ക്വസ്റ്റ്യനില് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് വിഴിഞ്ഞം തുറമുഖമാണ്. മനുഷ്യരീരത്തിൽ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയുടെ പേര് എന്താണ്? ഡയഫ്രം എന്നാണ്. ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ കൊടുത്തിരിക്കുന്നു. ജോഡുകളിൽ നിന്ന് ശരിയായി തിരഞ്ഞെടുക്കുക. മുളക്, ഉജ്ജ്വല എന്നതാണ്. മനുഷ്യരുടെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങണം അല്ലെ. മനുഷ്യനാണ് കാടുകളും നീരുറവുകളും ഭൂമിയുടെ ഫലഭൂയിഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടേതാണ്? മസനോബു ഷിക്കുവോക്ക. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് 20.9% അടുത്തത് താഴെ പറഞ്ഞവയിൽ ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് പല്ല്, ത്വക്ക്, മോണ എന്നിവയ്ക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? വൈറ്റമിൻ C. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം എന്ന ആത്മകഥ കല്ലേൻ പൊക്കുടന്റെയാണ്. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ കൊടുത്തിട്ടുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ആണ്. തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ അലുമിനിയത്തിന്റെ ധാതു ഏതാണ്? അലുമിനിയത്തിന്റെ ധാതു എന്നറിയപ്പെടുന്നത് ക്രയോലൈറ്റ് ആണ്. ഒരു കലോറി എന്നത് 4.2 ജൂളിന് തുല്യമാണ്. പാമ്പ് ഇര പിടിക്കാനായിട്ട് എന്താണ്? പാമ്പ് ഇര പിടിക്കാൻ തറയിലൂടെയുള്ള ശബ്ദപ്രേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. ശുക്രനിൽ പര്യവേക്ഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേര് എന്താണ്? വീനസ് ഓർബിറ്റൽ മിഷൻ എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 2024 രസാന്തര വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി ഏത് എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹാങ് കാങ് എന്നാണ്. അടുത്ത എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പെറയാണ്. ഇനി അടുത്തത് 68ാമത്തെ ചോദ്യം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം സംഭവിക്കുന്ന ജീവിതശൈലി രോഗം ഏത് എന്നുള്ളതാണ്. ഇത് PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. 69 എയ്ഡ്സ് രോഗം പകരുന്നത് HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ്. 70ാമത്തെ ചോദ്യം. ചെറിയ മുറിവുകളിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയുടെ പേര് ഹീമോഫീലിയ എന്നാണ്. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? പുകവലി മൂലം
ഉണ്ടാകുന്ന പ്രശ്നം എന്താ പറയാ ശ്വാസകോശ ക്യാൻസർ ആണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ ആണ്. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലെ അല്ലാത്തത് ഏതാണ്? മലേറിയയാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതിയാണ് ആരോഗ്യ കിരണം എന്നത്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്ര മിഷനിൽ പ്രധാന ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള എന്താണ് ആരോഗ്യ ധനസഹായം. കേരള സർക്കാരിന്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ചൈനയാണ്. അടുത്തത് വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? കേരളം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ നൽകിയ പുതിയ പേര് എന്താണ്? തിരുവനന്തപുരം നോർത്ത് എന്നാണ്. തിരുവനന്തപുരം നോർത്ത് എന്നാണ് കേട്ടോ. അടുത്തത് 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേന്ത്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്ക് കപ്പലിന്റെ പേര് എന്താണ്? MSC ക്ലോഡ് ഗിറാർ ഡെറ്റ് എന്നുള്ളതാണ്. അപ്പൊ 80 ചോദ്യമായി. വളരെ ഭംഗിയായിട്ട് നമ്മൾ 28 ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അതും കൂടെ നമ്മൾ പഠിച്ച് ഭംഗിയായിട്ട് നമ്മൾ 2400ഓളം എന്താ പറയാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് അതിന്റെ അനുബന്ധ വസ്തുക്കളും പഠിച്ചു തീർക്കും 2 ദിവസത്തിനുള്ളിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ നടത്താം കേട്ടോ. അപ്പൊ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കേട്ടോ.